ഡിയർ സ്റ്റുഡൻസ്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇക്വിലിബ്രിയം എന്ന് പറയുന്ന ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തു. അതിൻ്റെ ബാക്കി പോർഷൻസാണ് അടുത്തതായിട്ട് നമ്മൾ എടുക്കുന്നത്. ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് ഫോർ ഗേഷ്യസ് റിയാക്ഷൻസ്. ഫോർ എ റിയാക്ഷൻ ഇൻവോൾവിംഗ് ഗ്യാസസ്, ദ കോൺസെൻട്രേഷൻ ടേംസ് ആർ പ്ലേസ്ഡ് ബൈ പാർഷ്യൽ പ്രഷേഴ്സ്. നമ്മൾ ഒരു റിയാക്ഷൻ്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് എക്സ്പ്രസ് ചെയ്യുന്ന മെത്തേഡാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. ഇവിടെ നമ്മൾ പഠിക്കുന്നത് ഗ്യാസസ് ആണ് റിയാക്ഷൻസിൽ പങ്കെടുക്കുന്നത്. അതായത് ഗേഷ്യസ് റിയാക്റ്റൻസും ഗേഷ്യസ് പ്രോഡക്റ്റുമാണെങ്കിൽ എങ്ങനെ അവയുടെ ആ ഒരു റിയാക്ഷനിൽ അവയുടെ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ടേമിൽ നമ്മൾ പഠിക്കുന്നത്. എക്സാമ്പിൾ, ഹൈഡ്രജൻ കമ്പൈൻ വിത്ത് അയഡിൻ ടു ഗീവ് ഹൈഡ്രജൻ അയഡൈഡ്. ഇവിടെ നമ്മൾ എപ്പോഴും ഗേഷ്യസിൻ്റെ കേസിൽ പാർഷ്യൽ പ്രഷേഴ്സ്, കോൺസെൻട്രേഷന് പകരം നമ്മളിവിടെ പാർഷ്യൽ പ്രഷേഴ്സാണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത്. അതായത് ഗ്യാസസിൻ്റെ ഇൻഡിവിജ്വൽ പ്രഷർ, ഓരോ ഗ്യാസിൻ്റെയും ഇൻഡിവിജ്വൽ പ്രഷറാണ് ഇവിടെ കോൺസെൻട്രേഷൻ ടേമിന് പകരം നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റിൻ്റെ ടേം എന്തായിട്ട് മാറും? കെ പി എന്ന് മാറും. കെ പി ഈസ് ദ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് ഇൻ ടേംസ് ഓഫ് പാർഷ്യൽ പ്രഷേഴ്സ്. അപ്പോൾ കെ പി ഈസ് ഈക്വൽ ടു പാർഷ്യൽ പ്രഷർ ഓഫ് എച്ച് ഐ. കോൺസെൻട്രേഷന് പകരം എന്താണ്? പാർഷ്യൽ പ്രഷർ ഓഫ് എച്ച് ഐ. ഇനി എച്ച് ഐയുടെ കോഎഫിഷ്യൻ്റ് എത്രയാണ്? 2 ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് കൊടുത്തു? 2 എന്ന് കൊടുത്തു. ഡിവൈഡഡ് ബൈ പാർഷ്യൽ പ്രഷർ ഓഫ് റിയാക്റ്റൻ്റ് ആണ്. അപ്പോൾ പാർഷ്യൽ പ്രഷർ ഓഫ് H2 ഇൻറ്റു പാർഷ്യൽ പ്രഷർ ഓഫ് I2. ഇങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ ഒരു ഗേഷ്യസ് റിയാക്ഷൻസിൽ അവയുടെ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇക്വേഷൻസ് ഇവിടെ ഉണ്ട്. H2 + I2 gives a 2HI is equal to Kp is equal to P² HI divided by PH2 into PI2. ഇത് നിങ്ങൾ എഴുതാൻ പഠിക്കണം, എക്സാമിന് ചോദിക്കുന്നതാണ്. Where Kp is the equilibrium constant in terms of partial pressure, Phi, H2, Pi2 are the partial pressures of Hi, H2 and I2 respectively. പാർഷ്യൽ പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇൻഡിവിജ്വൽ ഗ്യാസിൻ്റെ പ്രഷർ, അതായത് ഒരു ഗ്യാസിൻ്റെ മാത്രം പ്രഷറിനെയാണ് പാർഷ്യൽ പ്രഷർ എന്ന് പറയുന്നത്. ഒന്നിലധികം ഗ്യാസുകൾ മിക്സ് ചെയ്താണെങ്കിൽ ഒരു ഗ്യാസിൻ്റെ പ്രഷറിനെയാണ് പാർഷ്യൽ പ്രഷർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്തത് റിലേഷൻ ബിറ്റ്വീൻ കെ പി ആൻഡ് കെ സി. റിലേഷൻ ബിറ്റ്വീൻ കെ പി ആൻഡ് കെ സി. കൺസിഡർ എ ജനറൽ റിയാക്ഷൻ എ പ്ലസ് ബി ബി റിവേഴ്സിബിളി ഗിവിങ് സി സി പ്ലസ് ഡി ഡി. ഈ ഇക്വേഷൻ കാണുമ്പോൾ തന്നെ അറിയാം ഇതെന്താണ്? ഒരു റിവേഴ്സിബിൾ റിയാക്ഷനാണ്. അതായത് പുരോപ്രവർത്തനവും പാശ്ചാത് പ്രവർത്തനവും നടക്കുന്നു. എയും ബിയും കമ്പൈൻ ചെയ്ത് സിയും ഡിയും ഉണ്ടാകുന്നു. അറ്റ് ദ സെയിം ടൈം സിയും ഡിയും കമ്പൈൻ ചെയ്ത് എന്തുണ്ടാകുന്നു? എയും ബിയും ഉണ്ടാകും. ഇതൊരു ഇക്വിലിബ്രിയം റിയാക്ഷനാണ്. അതുകൊണ്ട് ഇവിടെ ഇക്വിലിബ്രിയം കോൺസ്റ്റൻ്റ് ഉണ്ട്. ഇക്വിലിബ്രിയം കോൺസ്റ്റൻ്റ് ഇൻ ടേംസ് ഓഫ് കോൺസെൻട്രേഷൻ ടേംസിൽ ഇതിനെ നമ്മളെങ്ങനെ ഇക്വിലിബ്രിയം കോൺസ്റ്റൻ്റ് എഴുതാം? കെ സി ഈസ് ഈക്വൽ ടു പ്രോഡക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ C⁻C ഇൻറ്റു D⁻D ഡിവൈഡഡ് ബൈ A⁻A ഇൻറ്റു B⁻B. ഇതാണ് കോൺസെൻട്രേഷൻ ടേംസിൽ ഇക്വിലിബ്രിയം കോൺസ്റ്റൻ്റ് കെ സി എഴുതുന്നത്. ഇനിയിപ്പോൾ കെ പി എങ്ങനെയാണ് എഴുതുന്നത്? കെ പി ഈസ് ഈക്വൽ ടു, കെ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ ടേംസ് ഓഫ് പാർഷ്യൽ പ്രഷർ, കെ പി ഈസ് ഈക്വൽ ടു പാർഷ്യൽ പ്രഷർ പി സി ഓഫ് സി ഇൻറ്റു പി ഡി ഓഫ് ഡി ഡിവൈഡഡ് ബൈ പി എ ഓഫ് എ ഇൻറ്റു പി ബി ഓഫ് ബി. ഇങ്ങനെ വേണം നമ്മൾ പാർഷ്യൽ പ്രഷറിൻ്റെ ടേംസിൽ എഴുതാൻ. ഓക്കെ, രണ്ട് ഇക്വേഷനും കിട്ടി. കെ പിയുടെ ഇക്വേഷനും കിട്ടി, കെ സിയുടെ ഇക്വേഷനും കിട്ടി. ഫോർ ആൻ ഐഡിയൽ ഗ്യാസ് പി വി ഈസ് ഈക്വൽ ടു എൻ ആർ ടി. നമുക്കതറിയാം ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ എന്താണ്? പി വി ഈസ് ഈക്വൽ ടു എൻ ആർ ടി. പി ഈസ് ഈക്വൽ ടു എൻ ആർ ടി ബൈ വി എന്ന് പറയുന്നു. പി എന്ന് പറഞ്ഞാൽ എന്താണ്? എൻ ആർ ടി ബൈ വി.
ഓക്കെ, ഓർ ഇസ് ഈക്വൽ ടു സി ആർ ടി. സി എന്ന് പറഞ്ഞാൽ എന്താ? എൻ ബൈ വി, കോൺസെൻട്രേഷനാണ്. കോൺസെൻട്രേഷനെ നമ്മൾ എന്ത് പറയും? എൻ ബൈ വി എന്ന് നമുക്ക് ഇക്വേഷൻ എടുക്കും, സി ആർ ടി എന്ന് കിട്ടി. അപ്പോൾ പി ഇസ് ഈക്വൽ ടു എന്താണ്? പി ഇസ് ഈക്വൽ ടു ഇപ്പോൾ എന്തെന്ന് കിട്ടി? സി ആർ ടി എന്ന് കിട്ടി. ഇനി പി എ ഇസ് ഈക്വൽ ടു, പി എ ഇസ് ഈക്വൽ ടു ഓരോ ഗ്യാസിൻ്റെ എഴുതുകയാണ്. പി എ ഇസ് ഈക്വൽ ടു സി എ ആർ ടി, പി ബി ഇസ് ഈക്വൽ ടു സി ബി ആർ ടി, പി സി ഇസ് ഈക്വൽ ടു സി സി ആർ ടി, പി ഡി ഇസ് ഈക്വൽ ടു എന്താണ്? സി ഡി ആർ ടി. അപ്പോൾ ഓരോ ഗ്യാസിൻ്റെയും പാർഷ്യൽ പ്രഷർ എഴുതി. അപ്പോൾ എന്താണ് ഓരോ ഗ്യാസിൻ്റെയും പാർഷ്യൽ പ്രഷർ? പി എ ഇസ് ഈക്വൽ ടു സി ആർ ടി, പി ബി ഇസ് ഈക്വൽ ടു സി ബി ആർ ടി, പി സി ഇസ് ഈക്വൽ ടു സി സി ആർ ടി, പിന്നെ എന്താണ്? പി ഡി ഇസ് ഈക്വൽ ടു സി ഡി ആർ ടി. സബ്സ്റ്റിറ്റ്യൂട്ടിങ് ദീസ് വാല്യൂസ് ഇൻ ദി ഇക്വേഷൻ. ഈ വാല്യൂസിനെ എവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും? ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ എങ്ങനെ വന്നു? കെ പി ഇസ് ഈക്വൽ ടു എങ്ങനെയാണ് വന്നിരിക്കുന്നത്? സിക്ക് പകരം എന്ത് കൊടുത്തു? പി സിക്ക് പകരം എന്ത് കൊടുത്തു? ഇവിടുത്തെ പി സി കൊടുത്തു. എന്തായിരുന്നു പി സി എന്ന് പറയുമ്പം? നമുക്ക് എഴുതാം എന്താണ്? പി സിക്ക് പകരം നമ്മൾ ഇവിടുത്തെ പി സി കൊടുത്തു. ഏതാണ് പി സി? ഇത്. അപ്പം നമ്മളിങ്ങനെ എഴുതി കെ പി സി ഈക്വൽ ടു, പി സിക്ക് പകരം സി സി ആർ ടി റൈസ് ടു സി. അടുത്തത് പി ഡിക്ക് പകരം എന്ത് കൊടുത്തു? സി ഡി ആർ ടി റൈസ് ടു ഡി ഡിവൈഡഡ് ബൈ സി എ ആർ ടി റൈസ് ടു എയും സി ബി ആർ ടി റേസ് ടു ബി എന്ന് കൊടുത്തു. ഓക്കെ, ഇതെങ്ങനെയാണ് വന്നത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഓക്കെ, അടുത്തത് എങ്ങനെയാണ് വരുന്നത്? ഓർ കെ പി ഇസ് ഈക്വൽ ടു, ഇനി എങ്ങനെയാണ്? കോൺസെൻട്രേഷൻ ടേംസ് എല്ലാം ഒന്നിച്ചാക്കുന്നു. ചില ടേംസ് എല്ലാം ഒന്നിച്ചാക്കുന്നു. സി സി റേസ് ടു സിയും കെ പി ഇസ് ഈക്വൽ ടു എങ്ങനെ എഴുതും? സി സി റേസ് ടു സിയും സി ഡി റേസ് ടു ഡിയും ഡിവൈഡഡ് ബൈ സി എ റേസ് ടു എ ഇൻറ്റു സി ബി റേസ് ടു ബി. ഇനി ഇവിടെ എന്ത് കൊടുക്കും? ആർ ടി റേസ് ടു സി പ്ലസ് ഡി. ഇവിടെ എന്ത് കൊടുക്കും? ആർ ടി റേസ് ടു എ പ്ലസ് ബി. ഇതെങ്ങനെയാണ് മനസ്സിലായത്? നിങ്ങൾക്ക് മനസ്സിലായി കാണും. കോമൺ ആയിട്ട് കോൺസെൻട്രേഷൻ ടേമെല്ലാം പുറത്തെടുത്തു. അങ്ങനെയാണെങ്കിൽ ഓർ കെ പി ഇസ് ഈക്വൽ ടു, ഇതിന് നേരെ എന്ത് ചെയ്യും? മുകളിൽ പോയി ആർ ടി റേസ് ടു എ മൈനസ് ബി, എ പ്ലസ് ബി എന്നുള്ളത് എവിടെ പോയി? ന്യൂമറേറ്ററിൽ പോയി. അപ്പോൾ എങ്ങനെ വന്നു? ആർ ടി റേസ് ടു സി പ്ലസ് ഡി മൈനസ് എ പ്ലസ് ബി എന്ന് വന്നു. അപ്പോൾ ഇതിനെ നമുക്ക് എന്ത് കൊടുക്കാം? ആർ ടി റേസ് ടു ഡെൽറ്റ എൻ എന്ന് കൊടുക്കാം. ഡെൽറ്റ എൻ എന്ന് പറഞ്ഞാൽ എന്താ? റിയാക്റ്റൻറ്റിൻ്റെ ഗേഷ്യസ് പ്രോഡക്റ്റിൻ്റെ നമ്പർ ഓഫ് മോൾസ് മൈനസ് ഗേഷ്യസ് റിയാക്റ്റൻറ്റിൻ്റെ നമ്പർ ഓഫ് മോൾസ്. ഇതിപ്പോൾ നമ്പർ ഓഫ് മോൾസ് ആണല്ലോ, കാരണം ലെഫ്റ്റ് സൈഡിൽ എഴുതിയ നമ്പറല്ല, നമ്പർ ഓഫ് മോൾസ് ആണ്. അപ്പോൾ ഇക്വേഷൻ എങ്ങനെ വന്നു? കെ പി ഇസ് ഈക്വൽ ടു കെ സി ഇൻറ്റു ആർ ടി റേസ് ടു ഡെൽറ്റ എൻ. കെ സി എന്ന് പറയുന്നത് നമുക്കിവിടെ കിട്ടിയതാണ്, നമുക്കറിയാം. ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? കെ സി ആണ്. അപ്പോൾ കെ പി ഇസ് ഈക്വൽ ടു കെ സി ഇൻറ്റു ആർ ടി റേസ് ടു ഡെൽറ്റ എൻ, വേർ കെ സി ഇസ് ഈക്വൽ ടു സി റേസ് ടു സി ഡി റേസ് ടു ഡി ഡിവൈഡ് ബൈ സി എ റേസ് ടു ബി എ സി ബി റേസ് ടു ബി. അപ്പോൾ എന്താണ്? വാട്ട് ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കെ പി ആൻഡ് കെ സി? കെ പിയും കെ സിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താ? കെ പി ഇസ് ഈക്വൽ ടു കെ സി ഇൻറ്റു ആർ ടി റേസ് ടു ഡെൽറ്റ എൻ. ഈ ഇക്വേഷൻ മിക്കവാറും ചോദിച്ച് കണ്ടിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷനാണ്, എക്സാമിൽ ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഇക്വേഷനെങ്കിലും നന്നായിട്ട് പഠിക്കുക. വാട്ട് ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കെ പി ആൻഡ്, അല്ലെങ്കിൽ റൈറ്റ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കെ പി ആൻഡ് കെ സി എന്ന് ചോദിക്കുമ്പോൾ ഈ ഇക്വേഷൻ എഴുതുക. കെ പി ഇസ് ഈക്വൽ ടു കെ സി ഇൻറ്റു ആർ ടി റേസ് ടു ഡെൽറ്റ എൻ എന്ന് പറയുന്ന ഇക്വേഷനെങ്കിലും എഴുതുക. വാട്ട് ഈസ് ഡെൽറ്റ എൻ? Delta N is the change in number of moles of gaseous reactants, gaseous species. Delta N is equal to number of moles of gaseous product minus number of moles of gaseous reactant. If delta n ന്റെ വാല്യൂ 0 ആണെങ്കിൽ then Kp is equal to 0. Kp is equal to Kc. ഡെൽറ്റ എൻ്റെ വാല്യൂ 0 ആകുമ്പോൾ Kp എന്തായിട്ട് മാറും? Kc. കാരണം ഡെൽറ്റ n 0 ആകുമ്പോൾ
ഇവിടെ ഡെൽറ്റേൻ്റെ വാല്യൂ 0 ആകുമ്പോൾ RT⁻Δn എന്ന് പറയുമ്പോൾ 1 ആണ്. അപ്പോൾ KP = KC വരും. Δn ഈസ് ഗ്രേറ്റർ ദാൻ 0, KP ഈസ് ഗ്രേറ്റർ ദാൻ KC. Δn ലെസ് ദാൻ 0 ആണെങ്കിൽ KP ലെസ് ദാൻ KC എന്ന് വരുന്നു. ഓക്കെ. അടുത്തത് ആസിഡ്സ്, ബേസസ് ആൻഡ് സോൾട്ട്സ്. ആസിഡ് എന്താണ്, ബേസ് എന്താണ്, സോൾട്ട് എന്താണെന്നൊക്കെ നിങ്ങൾക്കറിയാം. ആസിഡിനെ കുറിച്ച് നിങ്ങൾക്കറിയാം. അതിനേക്കാൾ ഉപരി നമുക്ക് കുറച്ചുകൂടി ഇത്തവണ പഠിക്കാനുണ്ട്. വാട്ട് ഈസ് ആസിഡ് ആൻഡ് ബേസ്? ആസിഡിനെയും ബേസിനെയും ആസിഡിനെയും ബേസിനെയും നമുക്ക് ഡിറൈവ് ചെയ്യാൻ വേണ്ടി 3 മെത്തേഡുണ്ട്. ഒന്ന് അറീനിയസ് കൺസെപ്റ്റ്, വേറൊന്ന് ബ്രോൺസ്റ്റഡ് ലൗറി കൺസെപ്റ്റ്, വേറൊന്ന് ലൂയിസ് കൺസെപ്റ്റ്. ലൂയിസ് കൺസെപ്റ്റ് നിങ്ങൾ കേട്ടിട്ടുണ്ട്, കാരണം ഞാൻ ഇതിന് മുൻപിടയ്ക്ക് ലൂയിസ് കൺസെപ്റ്റ് പറഞ്ഞിട്ടുണ്ട്. ലൂയിസ് ആസിഡ്, ലൂയിസ് ബേസും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ 3 മെത്തേഡുണ്ട്. ആസിഡ് എങ്ങനെയാണ്, ബേസ് എങ്ങനെയാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് 3 മെത്തേഡ്സ് ഉണ്ട്. ഒന്ന് അറീനിയസ് കൺസെപ്റ്റ്, വേറൊന്ന് ബ്രോൺസ്റ്റഡ് ലൗറി കൺസെപ്റ്റ്, വേറൊന്ന് ലൂയിസ് കൺസെപ്റ്റ്. എന്താണ് അറീനിയസ് കൺസെപ്റ്റിൽ ആസിഡ് ആൻഡ് ബേസസ് എന്താണെന്ന് നമുക്ക് നോക്കാം. According to this concept, acids are substances which give hydrogen ion or hydronium ion in aqueous solution, and bases are substances which give hydroxyl ion in aqueous solution. അപ്പോൾ നമുക്ക് നോക്കാം. വെരി ഇമ്പോർട്ടൻറ്റ്. ആസിഡ്സ് ആർ സബ്സ്റ്റൻസസ് വിച്ച് ഗീവ് ഹൈഡ്രജൻ അയോൺ, H+ അയോൺ ഓർ ഹൈഡ്രോണിയം അയോൺ ഇൻ aqueous solution, or bases which give OH- അയോൺസ് ഇൻ aqueous solution. അതായത് ആസിഡിനെ നമ്മൾ വെള്ളത്തിൽ ലയിപ്പിക്കുകയാണെങ്കിൽ ആസിഡ് വിഘടിച്ചിട്ട് നമുക്ക് എന്തിനെ തരും? H+നെ തരും. ബേസാണ് വെള്ളത്തിൽ ഡിസോൾവ് ചെയ്യിപ്പിക്കുന്നതെങ്കിൽ, വെള്ളത്തിൽ കലക്കുന്നത് ബേസാണ്, അല്ലെങ്കിൽ ഡിസോൾവ് ചെയ്യിപ്പിക്കുന്ന ബേസ് ആണെങ്കിൽ നമുക്കത് വെള്ളത്തിൽ ലയിപ്പിച്ചുകൊണ്ട് ഇത് വിഘടിച്ച് OH- അയോൺസിനെ തരും. അപ്പം നമുക്കൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. HCl dissolves in water to give. ഇതാ HCl എന്ന് പറയുന്നത്. H2 നമുക്കറിയാം ന്യൂട്രലാണ്, നിർവീര്യമാണ്. HCl എന്ന് പറയുമ്പോൾ 2 അയോണുകളുണ്ട്, H+ ഉണ്ട്, Cl- ഉണ്ട്. നമുക്കറിയാം ഹൈഡ്രജൻ ഈസ് ഇലക്ട്രോപോസിറ്റീവ് ആൻഡ് ക്ലോറിൻ ഈസ് മോർ ഇലക്ട്രോ നെഗറ്റീവ് ദാൻ ഹൈഡ്രജൻ. അപ്പോൾ ഹൈഡ്രജൻ്റെ ഒരു ഇലക്ട്രോണിനെയും കൂടെ ആര് അറ്റൈൻ ചെയ്യും, ഗെയിൻ ചെയ്യും? ക്ലോറിൻ ഗെയിൻ ചെയ്യും. അപ്പോൾ ക്ലോറിന് നെഗറ്റീവ് ചാർജ്, ഹൈഡ്രജന് പോസിറ്റീവ് ചാർജ്. അപ്പോൾ ഹൈഡ്രോക്ലോറിക് ആസിഡ് H2O ലയിപ്പിക്കുമ്പോൾ ഇത് 2 അയോണുകളായിട്ട് ഇത് വേർതിരിഞ്ഞിട്ട് ഇത് H+ അയോണും Cl- അയോൺസുമായിട്ട് മാറും. ഈ H+ അയോൺസ് H2Oയുമായിട്ട് കമ്പൈൻ ചെയ്ത് H3O+ ആയിട്ട് മാറും. H2Oൻ്റെ കൂടെ ഒരു H+ വരിക, അപ്പോൾ എന്തായിട്ട് മാറി? H3O+ ആവുന്നു, പ്ലസ് Cl- ഒറ്റയ്ക്കാവുന്നു. ഈ H3O+നെ നമ്മൾ പറയുന്ന പേരാണ് ഹൈഡ്രോണിയം അയോൺ. അപ്പോൾ ഇവിടെ H+നെ തന്നു, H2Oയുമായിട്ട് കമ്പൈൻ ചെയ്ത് ഹൈഡ്രോണിയം അയോൺ ഫോം ചെയ്തു. അതുകൊണ്ട് ഈ പ്രോസസ്സിന് ഇതിനെ നമ്മൾ പറയുന്ന, ഈ സബ്സ്റ്റൻസിനെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്? ആസിഡ്. അപ്പോൾ എന്താണ് ആസിഡ്? ആസിഡ് ഈസ് എ സബ്സ്റ്റൻസ് വിച്ച് ഗീവ് H+ അയോൺ ഓർ ഹൈഡ്രോണിയം അയോൺ ഇൻ aqueous solution. ഇനി നമുക്ക് എന്താണ് ബേസ് എന്ന് നോക്കാം. നമ്മളൊരു ബേസ്, ഒരു പദാർത്ഥം എടുത്തു, ഒരു സബ്സ്റ്റൻസ് എടുത്ത് NaOH എന്ന് പറയുന്ന ഒരു സൊല്യൂഷൻ എടുത്തു. ഇതിലേക്ക് നമ്മൾ അല്പം വാട്ടർ ആഡ് ചെയ്തു. അപ്പോൾ വെള്ളത്തിൽ ഇത് ലയിക്കുന്ന സമയത്ത് ഈ സോൾട്ട് എന്തായിട്ട് മാറും? അതിൻ്റെ തന്നെ അയോണുകളായിട്ട് അങ്ങ് വേർതിരിയും. അത് തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സ് കുറഞ്ഞ്, ഭയങ്കര അട്രാക്റ്റീവ് ഫോഴ്സ് ആയിരുന്നു, സോളിഡ് ആയിരുന്നു. അപ്പോൾ വെള്ളത്തിൽ ലയിക്കുമ്പോൾ ഇവർ തമ്മിൽ, ഈ അയോണുകൾ തമ്മിൽ, Na+ഉം സോഡിയം OH- തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സ് കുറഞ്ഞ് ഈ അയോണുകൾ എന്ത് ചെയ്യുന്നു? രണ്ടും 2 സൈഡിലേക്ക് അങ്ങ് പോവുക, വേർതിരിയുക ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ 2 തരത്തിലുള്ള അയോണുകൾ ഉണ്ടാകുന്നു. ഒന്ന് Na+ഉം പിന്നൊന്ന് OH- ഉണ്ടാകുന്നു. അപ്പോൾ Na+ൻ്റെ കാര്യം നമുക്കറിയാം, സോഡിയം അറ്റോമിക് നമ്പർ 11 ആണ്, 281 ആണ്. ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 1 ഇലക്ട്രോണേ ഉള്ളൂ. ഈ ഒരു ഇലക്ട്രോണിനെ ആർക്ക് ഡൊണേറ്റ് ചെയ്യും? OH- എന്ന് പറയുന്ന ഗ്രൂപ്പിൽ, OH എന്ന് പറയുന്ന ഗ്രൂപ്പിലെ ഓക്സിജൻ ഇലക്ട്രോ നെഗറ്റീവായ ഓക്സിജന് കൊടുക്കും. അപ്പോൾ ഓക്സിജന് എന്ത് ചാർജ് കിട്ടും? നെഗറ്റീവ് ചാർജ് കിട്ടും. സോഡിയത്തിന് പോസിറ്റീവ് ചാർജ്. ഇപ്പോൾ OH- എന്ന് പറയുന്ന ഹൈഡ്രോക്സൈഡ് അയോൺ ഫോം ചെയ്തു. ഏത് അയോണാണ് ഇവിടെ ഫോം ചെയ്ത്? ഹൈഡ്രോക്സൈഡ് അയോൺ ഫോം ചെയ്തു. അപ്പോൾ NaOH വെള്ളത്തിൽ ലയിപ്പിച്ച് കഴിഞ്ഞപ്പോൾ എന്ത് അയോൺ ഫോം ചെയ്തു? ഹൈഡ്രോക്സൈഡ് അയോൺ ഫോം ചെയ്തു. എന്തൊക്കെയുണ്ടായി? Na+ഉം
OH മൈനസും ഫോം ചെയ്തു. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. എന്താണ്? ആസിഡ് ഈസ് എ സബ്സ്റ്റൻസ് വിച്ച് ഡിസോസിയേറ്റ് ടു ഗീവ് H+ അയോൺ ഓർ ഹൈഡ്രോണിയം അയോൺ ഇൻ aqueous solution, ആൻഡ് ബേസ് ഈസ് എ സബ്സ്റ്റൻസ് വിച്ച് ഡിസോസിയേറ്റ് ടു ഗീവ് OH- അയോൺസ് ഇൻ എവിടെയാണ്? aqueous solution. എക്സാമ്പിൾ, HCl ഈസ് ആൻ ആസിഡ് സിൻസ് ഇറ്റ് പ്രൊഡ്യൂസസ് H3O പ്ലസ് ഇൻ aqueous solution. HCl plus H2O gives റിവേഴ്സിബിളി ഗിവിങ്, തിരിച്ച് നടക്കും, ഉടനെ തന്നെ റിയാക്ഷൻ തിരിച്ച് നടക്കും. H3O പ്ലസും Cl മൈനസും ആവുന്നു. ഉടൻ തന്നെ അറ്റ് ദ സെയിം ടൈം H3O പ്ലസ് കമ്പൈൻ ടു ഫോം കമ്പൈൻ വിത്ത് Cl- ടു ഫോം HCl ആൻഡ് H2O. എക്സാമ്പിൾ, ഫോർ ബേസ് ഇൻ NaOH. NaOH വാട്ടറിൽ കമ്പൈൻ ചെയ്ത് Na+OH- ഉണ്ടാകുന്നു. H+ ions exist in water as hydronium ion. H++ H2O gives H3O+. Limitations. This concept is applicable only to aqueous solution. Also, it could not be accounted for the basicity of substances like NH3 which do not possess OH-. അപ്പോൾ ഇത് വെള്ളത്തിൽ ലയിക്കുമ്പോൾ, അതായത് aqueous സൊല്യൂഷനിൽ മാത്രമാണ് ഈ ഒരു കൺസെപ്റ്റ് നമുക്ക് പറയാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത്. വേറെ ചില സബ്സ്റ്റൻസും ബേസിക് സ്വഭാവം കാണിക്കുന്നുണ്ട്. അതിന് എക്സാമ്പിളാണ് NH3, അതുപോലെ തന്നെ NH3 ഉണ്ട്. അതുപോലെ തന്നെ അസിഡിക് സ്വഭാവമുള്ള ഇലക്ട്രോൺ ഡെഫിഷ്യൻറ്റ് കോമ്പൗണ്ട്സ് ഉണ്ട്. ഏതാണെന്നറിയാമോ? AlCl3, BCl3, BF3 ഇതൊക്കെയുണ്ട്. അപ്പോൾ ഇവരുടെ ഒന്നും സ്വഭാവം പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് അറീനിയസ് കൺസെപ്റ്റിൽ പറയാനായിട്ട് സാധിച്ചില്ല. അപ്പോൾ അതിനുശേഷം വേറൊരു കൺസെപ്റ്റ് കൊണ്ടുവന്നു. അതാണ് ബ്രോൺസ്റ്റഡ്-ലൗറി കൺസെപ്റ്റ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് കൊണ്ടുവന്നു. എന്താണ് ബ്രോൺസ്റ്റഡ്-ലൗറി കൺസെപ്റ്റ്? According to this concept, acids are proton donor and bases are proton accept. ഈ ഒരു കൺസെപ്റ്റിൽ ആസിഡിനെ പറയുന്നത് എന്താണെന്നറിയാമോ? ആസിഡ്സ് ആർ സബ്സ്റ്റൻസസ് വിച്ച് ഡൊണേറ്റ് എ പ്രോട്ടോൺ ആൻഡ് ബേസസ് ആർ സബ്സ്റ്റൻസസ് വിച്ച് അക്സെപ്റ്റ് എ പ്രോട്ടോൺ. H+നെ കൊടുക്കുന്നവരെ ആസിഡ് എന്ന് വിളിക്കും. H+നെ വാങ്ങിക്കുന്നവരെ ബേസസ് എന്ന് വിളിക്കുന്നു. അതിനൊരു എക്സാമ്പിളാണ് NH3 പ്ലസ് H2O ഗീവ്സ്, റിവേഴ്സിബിളി ഗിവിങ് ആണ്. അപ്പോൾ ഇവിടെ എന്ത് സംഭവിച്ചു എന്നറിയാമോ? H2O ന്യൂട്രൽ ആണെങ്കിലും ഇവനിൽ നിന്നും ഒരു H+നെ ആര് വാങ്ങിച്ചു? H2O എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഏതൊക്കെ അയോണുകളാണ്. H+ഉം OH- അയോണാണ്. ഈ H+ അയോണിനെ NH3 എന്ത് ചെയ്തു? അക്സെപ്റ്റ് ചെയ്തു, അല്ലേ? അപ്പോൾ NH3 അക്സെപ്റ്റ് ചെയ്ത് ഒരു H+നെ അക്സെപ്റ്റ് ചെയ്തപ്പോൾ NH4+ ആയിട്ട് മാറി. H3യിലേക്ക് ഒരു H+ വന്നപ്പോൾ NH4 4H വന്നു, പിന്നെ ഒരു പോസിറ്റീവ് ചാർജ് വന്നു, NH4+ ആയിട്ട് മാറി. H2 എന്തായിട്ട് മാറി? OH- ആയിട്ടും മാറി. അപ്പോൾ ഇവിടെ NH3 എന്ത് ചെയ്തു? വാട്ടറിൽ നിന്ന് H+നെ അക്സെപ്റ്റ് ചെയ്തതുകൊണ്ട് NH3 ഈസ് ആക്ട് ആസ് എ ബേസ് അക്കോർഡിംഗ് ടു ബ്രോൺസ്റ്റഡ്-ലൗറി കൺസെപ്റ്റ്. Here, NH3 is a base since it accepts as H+ ion to form NH4+, and H2 is an acid since it donates H+ ion to form OH-. അപ്പോൾ ഇവിടെ H2O കൊടുത്തത് കൊണ്ട്, H2H+നെ കൊടുത്തത് കൊണ്ട് H2 എന്തായിട്ട് മാറി? ആസിഡായിട്ട് മാറി. അപ്പോൾ രണ്ട് സ്വഭാവങ്ങളാണ് അവിടെ പറയുന്നത്. നമുക്കൊന്നുകൂടി ഇക്വേഷൻ എഴുതാം. NH3 പ്ലസ് H2O റിവേഴ്സിബിളി ഗിവിങ് NH4+ പ്ലസ് OH-. അപ്പോൾ ഇത് ഇവിടെ നിന്ന് H+നെ വാങ്ങി, അതുകൊണ്ട് ഇതെന്താണ്? ബേസ്. ഇത് H+നെ എന്ത് ചെയ്തു? കൊടുത്തു, അതുകൊണ്ട് ഡൊണേറ്റ് ചെയ്തു, അതുകൊണ്ട് ഇതെന്താണ്? ആസിഡ്. അങ്ങനെ ഇതെന്തായിട്ട് മാറി? NH4+ OH- മാറി. ഇതൊരു റിവേഴ്സിബിൾ റിയാക്ഷനാണ്. ഇക്വലിബ്രിയത്തിലാണ് ഈ റിയാക്ഷൻ നടക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാധനം ഉണ്ടായാൽ ഉടനെ തന്നെ തിരിച്ച് നടക്കും, അല്ലേ? തിരിച്ചെന്ത് നടക്കും? തിരിച്ച് നടക്കുന്ന റിയാക്ഷൻ നോക്കിക്കേ. NH4 OH- കമ്പൈൻ ചെയ്യുമ്പോൾ NH4+ ഒരു H+നെ ആർക്ക് ഡൊണേറ്റ് ചെയ്തു? OH- ഡൊണേറ്റ് ചെയ്തിട്ട് ഇതെന്തായിട്ട് മാറി? NH3 ആയിട്ട് മാറി. ശരിയാണല്ലോ. OH- എന്തായിട്ട് മാറി? H2 ആയിട്ട് മാറി.
അപ്പോൾ ഈ തിരിച്ച് നടക്കുന്ന റിയാക്ഷനിൽ ആരാണ് H+നെ ഡൊണേറ്റ് ചെയ്തത്? NH4+. അതുകൊണ്ട് NH4+ ഈസ് ആൻ ആസിഡ്. ആരാണ് H+നെ അക്സെപ്റ്റ് ചെയ്തത്? OH- അക്സെപ്റ്റ് ചെയ്തിട്ടാണ് H2 ആയിട്ട് മാറിയത്. അപ്പോൾ ഇവൻ എന്തായിട്ട് മാറി? ബേസ് എന്ന് പറയുന്നു. അപ്പോൾ ഇവിടെ ഒരേ റിയാക്ഷനിൽ തന്നെ ഫോർവേഡ് റിയാക്ഷനിലെ ആസിഡും ബേസും നേരെ റിവേഴ്സ് ചെയ്യുമ്പോൾ ആസിഡും ബേസും മാറുന്നു. അപ്പം നമ്മൾ ഇതിൻ്റെ കോൺജുഗേറ്റ് ആസിഡാണ് ഇത് NH4+. NH3യുടെ കോൺജുഗേറ്റ് ആസിഡാണ് എന്ത്? NH4+ എന്ന് വിളിക്കുന്നു. H2 ഇവിടുത്തെ ആസിഡാണ്. അപ്പോൾ H2യുടെ കോൺജുഗേറ്റ് ബേസാണ് എന്തെന്ന് പറയുന്നത്? OH-. അപ്പോൾ നമുക്ക് പറയാം, എന്ത് പറയാൻ പറ്റും? NH3യുടെ കോൺജുഗേറ്റ് ബേസ് എന്ന് പറയുന്നത്, കോൺജുഗേറ്റ് ആസിഡ് എന്ന് പറയുന്നത് ആരായിരുന്നു? NH4+. ഇനി H2യുടെ കോൺജുഗേറ്റ് ബേസ് എന്ന് പറയുന്നത് ആരായിരുന്നു? OH-. ഓക്കെ, അപ്പോൾ കോൺജുഗേറ്റ് ആസിഡും ബേസും എന്താണെന്ന് മനസ്സിലായത് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. ഇൻ ജനറൽ ആസിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ H+നെ എന്ത് ചെയ്തു? ഡൊണേറ്റ് ചെയ്തു. ബേസ് എന്ന് പറയുന്ന ആസിഡ് H+നെ ഡൊണേറ്റ് ചെയ്തുകൊണ്ട് എന്തായിട്ട് മാറി? കോൺജുഗേറ്റ് ബേസായിട്ട് മാറി. ശരിയാണല്ലോ. ആസിഡ് ഇതായിരുന്നല്ലോ ആസിഡ്. H+നെ ഡൊണേറ്റ് ചെയ്തുകൊണ്ട് എന്തായിട്ട് മാറി? കോൺജുഗേറ്റ് ബേസായിട്ട് മാറി. ബേസ് H+നെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് എന്തായിട്ട് മാറി? കോൺജുഗേറ്റ് ആസിഡായിട്ട് മാറി. ഓക്കെ, ഇനി വേറെ ഒരു എക്സാമ്പിൾ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. HCl H+H2O റിവേഴ്സിബിളി ഗിവിങ്. ഇവിടെ HCl ആണ് H2Oയേക്കാളിൽ സ്ട്രോങ് ആസിഡ്. അപ്പോൾ H+ഉം Cl- ഉണ്ടാകുന്നു. ഈ H+നെ ആർക്ക് ഡൊണേറ്റ് ചെയ്യുന്നു? H2Oയ്ക്ക് ഡൊണേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇതെന്തായിട്ട് മാറി? H3O+ ആയിട്ട് മാറി. പ്ലസ് എന്തുണ്ടാകുന്നു? Cl-. അപ്പോൾ ഇത് HCl H+നെ ഡൊണേറ്റ് ചെയ്തുകൊണ്ട് ഇതെന്താണ്? ആസിഡ്. ഇതെന്താണ്? H+നെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് ഇതെന്താണ്? ബേസാണ്. അപ്പോൾ ഒരേ സമയം ആസിഡായിട്ടും ബേസായിട്ടും H2O ആക്ട് ചെയ്യുന്നു. ശരിയാണല്ലോ. H2O ബിഹേവ്സ് ആസ് ആൻ ആസിഡ് ആൻഡ് ആസ് എ ബേസ് അല്ലേ? അപ്പോൾ ഇവിടെ H2Oയെ ബേസ് എന്ന് വിളിക്കുന്നു. അങ്ങനെയാണ് H3O+ഉം Cl- ഫോം ചെയ്ത്. ഇനി ഇത് റിവേഴ്സിബിൾ റിയാക്ഷൻ ആയതുകൊണ്ട് തിരിച്ചും ഇതേ പ്രോസസ്സ് തന്നെ നടക്കുന്നു. അപ്പോൾ H3O+ എന്തായിട്ട് മാറി? H2 ആയിട്ട് മാറി. Cl- എന്തായിട്ട് മാറി? HCl-മായിട്ട് മാറി. H3O+ എങ്ങനെയാണ് H2O ആയിട്ട് മാറിയേ? ഒരു H+നെ ഡൊണേറ്റ് ചെയ്തു. അപ്പോൾ ഇതെന്താണ്? ആസിഡ്. Cl- എങ്ങനെ HCl ആയിട്ട് മാറി? ഒരു H+നെ അക്സെപ്റ്റ് ചെയ്തു. ഇതപ്പോൾ എന്താണ്? ബേസാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ HClൻ്റെ കോൺജുഗേറ്റ് ബേസ് എന്ന് പറയുന്നത് ഏതാണ്? Cl- ആണ്. ഓക്കെ ആണല്ലോ. H2Oയുടെ കോൺജുഗേറ്റ് ആസിഡ് എന്ന് പറയുന്നത് എന്താണ്? H3O+ ആണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. അപ്പോൾ ഇവിടെ വാട്ടർ രണ്ട് സൈഡിലും ബേസായിട്ടും ആസിഡായിട്ടും ആക്ട് ചെയ്യുന്നതുകൊണ്ട് ഇതിനെ നമ്മൾ പറയുന്ന പേരാണ് ആംഫോട്ടറിക് സബ്സ്റ്റൻസ് എന്ന് വിളിക്കുന്നു. എന്ത് പേര് വിളിക്കുന്നു? ആംഫോട്ടറിക് സബ്സ്റ്റൻസസ് എന്ന് വിളിക്കുന്നു. ഇഫ് ദ ആസിഡ് ഈസ് സ്ട്രോങ് ദ കോൺജുഗേറ്റ് ബേസ് ഈസ് വീക്ക്. ആസിഡ് സ്ട്രോങ് ആണെങ്കിൽ കോൺജുഗേറ്റ് ബേസ് എന്തായിരിക്കും? വീക്ക് ആയിരിക്കും. ആൻഡ് വൈസ് വേഴ്സ. സോ ഇൻ ദി അബോവ് എക്സാമ്പിൾ Cl- ഈസ് എ വീക്ക് കോൺജുഗേറ്റ് ബേസ് ഓഫ് ദ സ്ട്രോങ് ആസിഡ് HCl. Water can act both as an acid and as a base, so it is known as amphoteric substances. H2O NH3-യുമായിട്ട് കമ്പൈൻ ചെയ്തപ്പോൾ ആസിഡായിട്ടും HNO3 അല്ലെ HCl-യുമായിട്ട് കമ്പൈൻ ചെയ്തപ്പോൾ എന്തായിട്ട് മാറി? ബേസായിട്ട് മാറി. അതായത് ബേസുമായിട്ട് കമ്പൈൻ ചെയ്തപ്പോൾ ആസിഡുമായിട്ട് കമ്പൈൻ ചെയ്തപ്പോൾ ഇത് എന്തായിട്ട് മാറി? ബേസുമായിട്ട് ആക്ട് ചെയ്തു. അതുകൊണ്ട് ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആംഫോട്ടറിക് സബ്സ്റ്റൻസസ്. ഇത് ഇത്രയും മതി. അടുത്ത കൺസെപ്റ്റ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ.